നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉയർന്നു വന്ന വെള്ളി നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ മത്സരത്തിലൂടെ കേരളത്തിൽ ഏറ്റവും ശക്തമായ നാമധേയത്തിന് ഉടമകളായി മാറുന്ന നിരവധി വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയ വ്യക്തിത്വത്തിന് ഉടമയായി മാറാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഫാത്തിമ തഹലിയ എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ ദിവസം EVM തട്ടിപ്പിലൂടെ പേരാമ്പ്രയുടെ റിസൾട്ട് തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന വലിയ ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഫാത്തിമ തഹലിയയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപക്ഷെ കേരളം കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ആരാണ് ഫാത്തിമ തഹലിയ എന്നുള്ളതിനെ കുറിച്ച് ഇതിനകം തന്നെ പേരാമ്പ്രയിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം. നവമാധ്യമങ്ങളിലാകെ ദീർഘകാലമായി ഒരു തരംഗമായി നിൽക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ, സ്റ്റേറ്റ് സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന ഒരാളാണ് ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന വ്യക്തിത്വം. ഒരുപക്ഷെ MSF പോലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പദവി പോലും അലങ്കരിച്ചിട്ടുള്ള ഒരാൾ, ഹരിത വിഭാഗം ഉണ്ടാക്കി അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ള ഒരാൾ, മുസ്ലിം ലീഗിനകത്ത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തി എന്ന് പേര് കേട്ടിട്ടുള്ള ഒരാളാണ് ഫാത്തിമ തഹലിയ. ആ ഫാത്തിമ തഹലിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവതികൾക്കിടയിൽ ഏറ്റവും വലിയ തരംഗമായി മാറിയിട്ടുള്ളത്. അവരുടെ നവമാധ്യമങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ശക്തമായിട്ടുള്ള സാന്നിധ്യമായി മാറാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ തന്നെ ഏകദേശം 2,48,000 ഫോളോവേഴ്സാണ് ഫാത്തിമ തഹലിയെ സംബന്ധിച്ചിട്ട് ഉള്ളത്. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും തകൃതിയായിട്ടുള്ള സാന്നിധ്യം തന്നെയാണ് ഫാത്തിമ തഹലിയ. നോക്കൂ, വളരെ ചെറിയ കാലഘട്ടത്തിനുള്ളിലാണ് കോഴിക്കോട് പോലുള്ള ഒരു ജില്ലയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ വേരോട്ടമുള്ള ഒരു ജില്ലയിൽ നിന്ന് അതിവേഗം വളർന്നു വരാൻ ഫാത്തിമയ്ക്ക് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖ്യാതി. 2200-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവർ കൗൺസിലർ പദവിയിലേക്ക് എത്തിയത്. അതിനുശേഷം കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ പദവിയും ഡെപ്യൂട്ടി മേയർ പദവിയും UDFന് ലഭിക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗും UDFും തീരുമാനിച്ച് വെച്ച പേര് തന്നെയാണ് ഫാത്തിമ തഹലിയയുടേത്. വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ അതിവേഗം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഔന്നിത്യം നേടിയെടുക്കാനും അവർക്ക് സാധിച്ചു. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തന്നെ ഒരുപക്ഷെ മുസ്ലിം സ്ത്രീ വിഭാഗങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് LLB പൂർത്തിയാക്കിയതിനു ശേഷം തൃശൂർ ലോ കോളേജിൽ നിന്നാണ് അവർ LLM പൂർത്തിയാക്കിയത്. അപ്പൊ നിയമരംഗത്ത് വളരെ ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനു ശേഷം കോഴിക്കോട് ജില്ലാ കോടതിയിൽ അവർ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ നിന്ന് മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചത്. ആ മത്സരം സത്യത്തിൽ LDFനെ സംബന്ധിച്ച് കടുകട്ടിയായി മാറുകയായിരുന്നു. പേരാമ്പ്ര എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ ഒരു പെരും കോട്ടയാണ്. അവിടെ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് LDFന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനാണ്. സ്വാഭാവികമായും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെ മത്സര രംഗത്തേക്ക് വന്ന TP രാമകൃഷ്ണനെ പിടിച്ചു കുലുക്കാൻ പേരാമ്പ്രയുടെ മണ്ണിൽ ഫാത്തിമ തഹലിയയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഉറപ്പാണ്. മെയ് 4 റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ അട്ടിമറി വിജയം സ്വന്തമാക്കാൻ വേണ്ടി പോകുന്ന ഒരു മണ്ഡലമായി പേരാമ്പ്രയെ കാണുന്ന നിരവധി സർവേകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ തന്നെയാണ് EVM മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിവാദ വാർത്ത പുറത്തു വന്നത്. സ്ട്രോങ് റൂം തുറന്നു, വലിയ അട്ടിമറിക്കുള്ള ശ്രമം നടക്കുന്നു എന്ന്. അവിടെ ഒരു പെൺപുലിയായി അതിവേഗം പാഞ്ഞു വന്ന ഫാത്തിമ തഹലിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചു നടത്തിയ പെർഫോമൻസ്, അത് അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിപ്രഭാവത്തിന്റെ മറ്റൊരു സൂചകമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു യുവതി എന്നുള്ള രീതിയിൽ അതിശക്തമായിട്ടുള്ള നേതൃപാഠവത്തിലേക്ക് ഉയർന്നു വന്നു എന്നതിനപ്പുറം
കേരളത്തെ ആകെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വത്തിലേക്ക് ഫാത്തിമയ്ക്ക് വളർന്നു വരാൻ സാധിച്ചു എന്ന് ഇതിനകം മാധ്യമങ്ങളെല്ലാം ഉദ്ഘോഷിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ ഒരു താരതമ്യം ഇപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഷാഫി പറമ്പിലുമായിട്ടാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ MLA ആയിരുന്നു. ആ MLA പദവിയിൽ നിന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടി വന്നത്. പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടി വന്ന ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഗ്രാഫ് വാനോളം ഉയരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളായി ഷാഫി പറമ്പിൽ മാറുന്ന അഭൂതപൂർവമായ കാഴ്ചക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. ഇന്ന് അതേ വടകരയുടെ ഭാഗമായി നിൽക്കുന്ന പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ അതിശക്തമായ പോരാട്ടത്തിലൂടെ കടന്നു വരുമ്പോൾ, ഏറ്റവും ഒരു വലിയ സ്പോക്സ് പേഴ്സൺ എന്നുള്ള രീതിയിൽ കടന്നു വരുമ്പോൾ, ഏറ്റവും നല്ല പബ്ലിക് സ്പീക്കർ എന്നുള്ള രീതിയിൽ കടന്നു വരുമ്പോൾ, ഏറ്റവും നന്നായി ഡിബേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായി കടന്നു വരുമ്പോൾ, ഏത് വിഷയത്തെക്കുറിച്ചും തത്സമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്ന അവഗാഹത്തോടുകൂടി കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ആ ഫാത്തിമ തഹലിയ നാളത്തെ കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അഭിമാനത്തിന്റെ മറ്റൊരു നിമിഷം സമ്മാനിക്കാനും ഫാത്തിമയ്ക്ക് സാധിക്കും. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്ന് പറയുന്ന കീഴ്വഴക്കം വളരെ കുറവാണ്. ഇതിനു മുൻപ് ആകെ ഒരു സ്ത്രീ മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധാനം ചെയ്ത് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളത്. ഇത്തവണ 2 വനിതാ സ്ഥാനാർത്ഥികളാണ് IUMLനെ പ്രതിനിധാനം ചെയ്ത് UDFന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും പേരുകേട്ട മത്സരം സംഘടിപ്പിക്കപ്പെട്ടത് പേരാമ്പ്രയിൽ തന്നെയാണ്. ആ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെതിരെ ഒരു അട്ടിമറി വിജയം നേടാൻ ഫാത്തിമയ്ക്ക് സാധിച്ചാൽ നാളത്തെ മിന്നും താരമായി കേരള രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ വേണ്ടി പോകുന്നത് ഫാത്തിമ തഹലിയായിരിക്കുമെന്ന് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്.